അതൊരു സ്പെസിഫിക് ഒരു കാര്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. കിട്ടാൻ പറ്റാവുന്ന ഒരു ലേഡി ഒരു അഭിനേത്രി നൽകിയിട്ടാവുന്ന ഏറ്റവും നല്ല കോംപ്ലിമെന്റ് കോവർക്കറായിട്ടുള്ള അമ്മയോട് ആരോ വിസിറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചു. അമ്മ അപ്പം തന്നെ ഒന്ന് പൊട്ടിച്ചു. പറഞ്ഞിരുന്നു നമുക്ക് കാണാൻ. ഞാനും ഷോക്ക്ഡ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ. ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നതും. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ബട്ട് ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസായി വന്ന് അത് ഹൈഡ് ആകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം. ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം, ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. സോ യെസ് ഓഫ് കോഴ്സ്. കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് സ്ട്രോങ് വിമൻ ഗ്രൂപ്പ് വിമൻ കളക്റ്റീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അത് അവരുടെ ഹാർഡ് വർക്ക് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോർട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. ഭരണസമിതി വെച്ചിട്ടിരിക്കുകയാണ്. ഇനി പുതിയ നേതൃസ്ഥാനം വരണം. സ്ത്രീകൾ വരണം. എല്ലായിടത്തും 50% ആണല്ലോ വരേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അതായിരിക്കും ഇതിന്റെ ഫൈനൽ ഒരു റെസൊല്യൂഷൻ. ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിൽ ഉണ്ടാകണം എന്നാണ് ഞാനും പറയുന്നത്. എൻകറേജസ് പ്രഗ്നൻസി ആൻഡ് സെലിബ്രേറ്റ് പ്രഗ്നൻസി. അതാണ് കിൻഡർ ഹോസ്പിറ്റൽ. ആൻഡ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തിരുന്നത് വാട്ടർ ബർത്ത് ആണ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. പക്ഷെ ഞാൻ നാച്ചുറൽ ബർത്തിങ് സെന്റേഴ്സിലെല്ലാം പോയപ്പം അവിടെ NICU ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കതൊരു കുറച്ച് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു NIC ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ വാട്ടർ ബർത്തിങ് സെന്റർ ഉണ്ടാകാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ടൈം ആണ്. അപ്പം എല്ലാ മദേഴ്സും മദർ ടു ബി ഈ ഒരു ഫെസിലിറ്റി അതിൻ്റെ ബെസ്റ്റോട് കൂടി തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതിന് താങ്ക്സ് ടു കിൻഡർ ഹോസ്പിറ്റൽ ആൻഡ് താങ്ക് യു സർ ചെയർമാൻ. ഇതൊരു വലിയൊരു ഓണറായിട്ട് ഞാൻ കണക്കാക്കുന്നു. സോ താങ്ക് യു ടു ഓൾ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ.